നമസ്കാരം ഡോക്ടർ. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഈ ചോദ്യകർത്താവ് ഒരു സ്ത്രീയാണ്. അവർക്ക് 2 കുട്ടികളുണ്ട്. 2 വർഷമായിട്ട് തീരെ താല്പര്യമില്ല, സെക്സിൽ ഏർപ്പെടുന്നതിന് തീരെ താല്പര്യമില്ല. അവർക്ക് 2 വർഷത്തിന് മുമ്പാണ് അവർക്കൊരു കുട്ടി ഉണ്ടായത്. അതിനുശേഷമാണ് തീരെ താല്പര്യമില്ലാതെ ആയത്. അവർ ആ ചോദ്യം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഇനി ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് അവർ പറയുന്നൊരു എൻഡിങ് പോർഷൻ ഇങ്ങനെയാണ്: ഹസ്ബൻഡിനെ ഓർക്കുമ്പോൾ പാവം തോന്നുന്നു. എന്താണ് അവർക്കതിൽ വിഷമമുണ്ട്. അപ്പോൾ ലൈംഗിക ആഗ്രഹരാഹിത്യം, ലോസ് ഓഫ് സെക്ഷൽ ഡിസയർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ആ ചോദ്യത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇനി അതിനെപ്പറ്റി കാര്യം ലാസ്റ്റ് കുട്ടിക്ക് 2 വർഷം മുമ്പായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെനോപോസൽ ഏജിലേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മെനോപോസൽ ഏജിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോർമോണിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ തന്നെ സെക്ഷൽ ഡിസയർ കുറയ്ക്കാനും ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ ആ വ്യക്തി കുറേ ചെറുപ്പക്കാരി, ഒരു 30-35 വയസ്സുള്ള ഒരു ലേഡിയാണ് എന്ന് വേണം, ഒരു 40-ന് താഴെ പ്രായമുള്ള സ്ത്രീയാണ് എന്ന് വേണം അനുമാനിക്കാൻ. ആ ഒരു സന്ദർഭത്തിൽ സെക്ഷൽ ഡിസയർ കുറയാനുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇപ്പോൾ എക്സാമ്പിൾ തൈറോയ്ഡ് അബ്നോർമാലിറ്റിയോ ഹോർമോണൽ ഇംബാലൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഒരു പക്ഷേ അഫക്റ്റ് ചെയ്യാം. പക്ഷേ ലോസ് ഓഫ് ഡിസയർ ആയിട്ട് വരുന്ന ഭൂരിഭാഗം പേരിലും നമ്മൾ കാണുന്ന ഒരു പ്രശ്നം മാനസികമാണ്. ചിലപ്പോൾ രണ്ടാമതൊരു കുട്ടിയുണ്ടായി, ആ കുട്ടിയെ നോക്കാനുള്ള ടൈം കൂടുതൽ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡിങ് ആയിരിക്കാം അത്. 2 കുട്ടികളെ നോക്കേണ്ട സാഹചര്യമുണ്ട്. അതുമല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ ബാധിക്കുന്നുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും, ജോലിത്തിരക്കും. ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ഒരു വശത്ത് ജോലിക്ക് പോകണം, മറുവശത്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം. അങ്ങനെ പല പല കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മാറ്റിവെക്കാൻ പറ്റുക. അതിലുള്ള ആ ഇൻട്രസ്റ്റ് കുറയുന്നത് സ്വാഭാവികമായിട്ട് കാണാറുണ്ട്, ധാരാളം പേരിൽ കാണാറുണ്ട്. മറ്റൊന്ന്, എന്തെങ്കിലും കുറച്ച് ഒബ്സസീവ് സിംറ്റംസ് ഉള്ള ആളാണെങ്കിൽ, അമിതവൃത്തി, അമിതമായ അടുക്കും ചിട്ടയും, ചില നിർബന്ധ ബുദ്ധികൾ, പിടിവാശികൾ, ഇങ്ങനെയുള്ള വ്യക്തികൾക്കും മാനസികമായ ചില കാരണങ്ങൾ കൊണ്ട് സെക്സിലുള്ള താല്പര്യം വളരെ കുറയാറുണ്ട്. ഇനിയും വിഷാദരോഗം, ഉത്കണ്ഠ തുടങ്ങിയ ചില മാനസിക രോഗങ്ങൾ, മറ്റു മാനസിക രോഗങ്ങൾ, ഇതൊക്കെ തന്നെ ലൈംഗിക ആഗ്രഹം കുറയ്ക്കാൻ കാരണമാകുക. അപ്പോൾ ഈ ലൈംഗിക ആഗ്രഹം കുറയുന്നതിന് പിന്നിൽ മൾട്ടിപ്പിൾ കോസസ് ഉണ്ടാവാം. അതെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവരെ സഹായിക്കാനായിട്ട്. ഏതെങ്കിലും ഒരു മരുന്ന് കുറിച്ച് കൊടുത്താൽ പെട്ടെന്ന് അതെല്ലാം മാറി പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും എന്ന് കരുതാനൊക്കില്ല. അവരുടെ വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കി ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ. ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രസവത്തിനോടനുബന്ധിച്ച് പല വ്യക്തികൾക്കും ചില മാനസിക പ്രശ്നങ്ങളുണ്ടാവാം. പ്രസവത്തോടനുബന്ധിച്ച് ഹോർമോണൽ ചേഞ്ചസ് ഒരുപാട് ബോഡിയിലുണ്ടാവാം. ഇതെല്ലാം ഒരു പരിധിവരെ ലൈംഗിക ആഗ്രഹത്തെ ചിലപ്പോൾ ബാധിച്ചേക്കാം. അതൊക്കെ പ്രസവത്തിനോട് ചേർന്നുള്ള സമീപ കാലഘട്ടങ്ങളിലാണ്. ആദ്യത്തെ ഒരു 5-6 മാസം, ഒരു വർഷത്തിനുള്ളിലാണ് വരേണ്ടത്. അതിനുശേഷം അത്തരം സന്ദർഭങ്ങൾ നീണ്ടു നിൽക്കുന്നത് വിരളമായിട്ടേ കാണാറുള്ളൂ. നമ്മൾ പലപ്പോഴും വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് ചില പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ, ഒരു സ്ത്രീ പല കൈകളോടുകൂടി പല ജോലികൾ ചെയ്യുന്ന സ്ത്രീയെ ചിത്രീകരിച്ച് കാണാറുണ്ട്. ഡോക്ടറുടെ ഒരു മറുപടിയിൽ അത്തരത്തിലാണ് ഒരു സ്ത്രീയെ കാണുന്നതെന്ന് മനസ്സിലാക്കുന്നു. ജോലി ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ പല കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ലൈംഗികപരമായ കാര്യങ്ങളിൽ താല്പര്യം കുറഞ്ഞു പോയേക്കാം. അത് സ്വാഭാവികമാണ്. അതിൽ നിന്ന് തിരിച്ചു വരാൻ മാർഗങ്ങളുണ്ട്, അല്ലേ ഡോക്ടർ? തീർച്ചയായിട്ടും മാർഗങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു സഹോദരി ധൈര്യപൂർവ്വം ഇരിക്കുക, മറ്റു കാര്യങ്ങൾ ഇതിനെ ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങൾ തേടുക. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.